ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം 1 തിമോഥെയോസ് 1:11. ഈ പരിജ്ഞാനം എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായത് തന്നെ. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലന് പരിജ്ഞാനം ലഭിച്ചു. കർത്താവ് ഈ പരിജ്ഞാനം തന്നെ ഭരമേൽപ്പിച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ധന്യനായ ദൈവത്തിൻ്റെ മഹത്വം ഉള്ള സുവിശേഷം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടാണ് കർത്താവ് പൗലോസ് അപ്പോസ്തലനെ തിരഞ്ഞെടുത്തതും ഈ മഹത്വമുള്ള സുവിശേഷം തന്നെ ഏൽപ്പിച്ചതും. ഇനി എന്താണ് ഈ മഹത്വമുള്ള സുവിശേഷം, അല്ലെങ്കിൽ എന്താണ് ഈ തേജസ്സുള്ള സുവിശേഷം എന്ന് നാം അന്വേഷിക്കുമ്പോൾ നാം കാണുന്നത് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പൗലോസ് അപ്പോസ്തലൻ എന്താണ് പറയുന്നത്? നിങ്ങളോട് സുവിശേഷിച്ചു, നിങ്ങൾക്കത് ലഭിച്ചു, നിങ്ങളിപ്പോൾ ആ സുവിശേഷത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ആ വിശ്വസിച്ച സുവിശേഷം ഒരിക്കലും വൃഥാവാകുകയില്ല. കാരണം ആ സുവിശേഷത്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നു. അതുതന്നെയുമല്ല, നിങ്ങളെ എങ്ങനെയാണ് കർത്താവ് രക്ഷിച്ചത് എന്നും കൂടെ അവിടെ പറയുന്നുണ്ട്. 3-ാമത്തെ വാക്യം പറയുന്നത്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ കർത്താവ് എന്തിനാണ് ഭൂമിയിൽ വന്നത്? ദൈവപുത്രനായ കർത്താവ് എന്തിനു വേണ്ടി മനുഷ്യനായി ഭൂമിയിൽ വന്നു? കർത്താവ് പറയുന്നു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല വന്നത്, ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാനാണ് വന്നത്. അപ്പോൾ എങ്ങനെയാണ് നിവർത്തിച്ചത്? ന്യായപ്രമാണം എന്തായിരുന്നു? അനേക നിയമങ്ങൾ കൊടുത്തിരുന്നു. ആ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കൊക്കെ ശിക്ഷയുണ്ടായിരുന്നു. പലപ്പോഴും കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന ഒരനുഭവമുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവരുടെ ആ ഒരു സമൂഹത്തിൽ നിന്നും അവരെ ഔട്ട്കാസ്റ്റ് ചെയ്യുന്നത്, അവരെ പുറത്താക്കുന്ന അനുഭവങ്ങളുണ്ടായിരുന്നു. അനേകം തവണ അടിയേൽക്കേണ്ടി വന്നിട്ടുണ്ട് ആളുകൾക്ക്. എന്തിന്? അനുസരണക്കേട് കാണിച്ചതിന്. എന്തിൻ്റെ അനുസരണക്കേട്? നിയമം, കർത്താവ് കൊടുത്ത നിയമത്തിൻ്റെ അനുസരണക്കേടിന് ശിക്ഷ അങ്ങനെ മനുഷ്യൻ അനുഭവിച്ചു വന്നു. ഇനി അത് തന്നെയുമാണോ? 1 വർഷത്തിലൊരിക്കൽ പാപപരിഹാര യാഗം എന്നുള്ള ഒരു യാഗമുണ്ടായിരുന്നു. അത് മഹാപുരോഹിതനാണ് വർഷത്തിലൊരിക്കൽ ചെയ്യുന്നത്. ആ സമയത്ത് പുരോഹിതൻ എന്താണ്? തൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ആദ്യം പ്രായശ്ചിത്തം നടത്തും. അത് കഴിഞ്ഞിട്ട് തന്നിൽ കൂടെ യാഗമർപ്പിക്കാനായിട്ട് വന്ന ജനത്തിനു വേണ്ടി, അവരുടെ പാപത്തിനു വേണ്ടി മൃഗങ്ങളെ യാഗമായി അർപ്പിച്ചിരുന്നു. അപ്പോൾ ആ മൃഗങ്ങളെ യാഗമായി അർപ്പിക്കുന്നത് എങ്ങനെയാണ്? ഈ ആളുകൾ ആരുടെ പാപപരിഹാരത്തിന് വേണ്ടിയാണോ യാഗം ചെയ്യുന്നത്, അവരുടെ പാപങ്ങൾ മൃഗത്തിൻ്റെ മേൽ ആക്കിയിട്ട് ആ മൃഗത്തെയാണ് യാഗം കഴിച്ചുകൊണ്ടിരുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് പാപം എപ്പോഴും മരണം കൊണ്ടുവരുന്നു. അപ്പോൾ മനുഷ്യൻ മരിക്കുന്നതിന് പകരം ഒരു മൃഗത്തിൻ്റെ മേൽ അവരുടെ പാപം കൈവച്ച് ആക്കിയിട്ട്, അല്ലെങ്കിൽ ഇമ്പ്യൂട്ട് ചെയ്തിട്ട് ആ മൃഗത്തെ കൊല്ലുമ്പോൾ ഈ പാപിയായ മനുഷ്യൻ ശിക്ഷ അനുഭവിച്ചു. അവൻ ആ പാപത്തിൽ നിന്നും വിമുക്തനായി, അല്ലെങ്കിൽ ആ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും വിമുക്തനായി എന്ന് വിശ്വസിക്കേണ്ടതിന് വേണ്ടിയിട്ട് ആ മൃഗത്തെ അവിടെ യാഗമായിട്ട് അർപ്പിക്കുകയാണ്. അപ്പോൾ ആ മൃഗം ആരെയാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്, പ്രതിനിധീകരിക്കുന്നത്? ഈ പാപിയായ മനുഷ്യനെയാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഈ പാപപരിഹാര യാഗം അവിടെ നടത്തിക്കൊണ്ടിരുന്നു. അത് മഹാപുരോഹിതനാണ് നടത്തുന്നത്. അല്ലാതെ അനേകം യാഗങ്ങളുണ്ട്. അത് ആണ്ടിൻ്റെ പല സമയങ്ങളിലായിട്ട്
അത് ഓരോന്നും ക്രമീകരിച്ചിരിക്കുക. അപ്പോഴപ്പോഴുള്ള പാപങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പല യാഗങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ പ്രധാനപ്പെട്ടത് ആത്മതപനത്തോടുകൂടെ ദൈവസന്നിധിയിൽ ആ പാപി അടുത്ത് വന്ന്, അല്ലെങ്കിൽ അനേകം പാപികൾ അവരടുത്ത് വന്നിട്ട് അവരുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് മൃഗത്തെ യാഗമായി അർപ്പിച്ച് അവരതിൻ്റെ ശിക്ഷാവിധിയിൽ നിന്നും മോചനം നേടുന്നതായിരുന്നു ന്യായപ്രമാണത്തിലെ യാഗങ്ങൾ, അല്ലെങ്കിൽ ആ യാഗങ്ങളുടെ ഉദ്ദേശം. എന്നാൽ ഈ യാഗങ്ങളെ ഒരിക്കലായിട്ട് നിർത്തലാക്കി കളയുവാനായിട്ട് കർത്താവ് സ്വയം യാഗമായി തീരുന്ന ഒരു വസ്തുതയാണ് നാം ഈ വചനത്തിൽ വായിക്കുന്നതും മനസ്സിലാക്കുന്നതും. അപ്പോൾ നാം എന്താണ് ഇതിൽ നിന്നും, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. ഇതാണ് നാം അപ്പോൾ വിശ്വസിക്കുന്നത്. തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. കർത്താവ് കാൽവറിയിൽ യാഗമായി തീർന്നു. കർത്താവ് മരിച്ചു അടക്കപ്പെട്ടു. ഇനി എന്താണ്? തിരുവെഴുത്തുകളിൻ പ്രകാരം തന്നെ കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. പിന്നീട് അനേകർക്ക് പ്രത്യക്ഷനായി, 500-ൽ പരം ആളുകൾക്ക് പ്രത്യക്ഷനായി എന്നുള്ള കാര്യവും നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഒരിക്കലായിട്ട് യാഗമായി തീർന്നത് ഇങ്ങനെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ, അതായത് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം അവിടെ നടന്നു എന്നുള്ള കാര്യം നാം വിശ്വസിച്ച് കർത്താവിൻ്റെ കൃപയിൽ നാം ആശ്രയിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെടുന്നവരായിട്ട് തീരുകയാണ്. അപ്പോൾ ഇങ്ങനെ രക്ഷിക്കപ്പെടുന്ന ആ ഒരു സുവിശേഷമാണ് വാസ്തവത്തിൽ മഹത്വത്തിൻ്റെ സുവിശേഷം, അല്ലെങ്കിൽ തേജസ്സിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. എന്താണ് തേജസ്സിൻ്റെ സുവിശേഷം എന്ന് പറയാൻ കാരണം? പഴയ നിയമത്തിൽ പാപത്തിൻ്റെ ആ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ അവർ അതിനുവേണ്ടി പലപ്പോഴും യാഗങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നു. പാപപരിഹാര യാഗം 1 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ്. അടുത്ത വർഷം വീണ്ടും അത് ചെയ്യണം. എന്നാൽ കർത്താവ് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ കർത്താവ് ഏറ്റെടുത്തു എന്ന് നാം വിശ്വസിക്കുമ്പോൾ നാം കർത്താവിൻ്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ കർത്താവിൻ്റെ ആ തേജസ്സിൽ, കർത്താവിൻ്റെ ആ സാന്നിധ്യത്തിൽ നാം വസിക്കത്തക്കവണ്ണം കർത്താവ് നമ്മെ തൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുകയാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു വാസം ചെയ്യുകയാണ്. നമ്മുടെ ശരീരം കർത്താവിൻ്റെ മന്ദിരമായി തീരുകയാണ്. അപ്പോൾ നാം കർത്താവിൻ്റെ മന്ദിരമായി തീരുമ്പോൾ കർത്താവിൻ്റെ ഉപദേശപ്രകാരം ആത്മാവിനെ അനുസരിച്ച് നാം ജീവിക്കുവാനായിട്ട് നമ്മെ എപ്പോഴും പരിശുദ്ധാത്മാവ് ഉപദേശിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഉപദേശം കേട്ട് ജീവിക്കുകയാണെങ്കിൽ നാം രക്ഷയിൽ, അല്ലെങ്കിൽ നമ്മളുടെ വിശുദ്ധീകരണത്തിൽ നാൾതോറും വിശുദ്ധീകരിക്കപ്പെട്ട് ജീവിക്കുവാൻ ഇടയായിത്തീരുന്നു. ഇതാണ് വാസ്തവത്തിൽ തേജസ്സിൻ്റെ സുവിശേഷമെന്ന് പറയുന്നത്. അതായത് മുൻപ് ഈ തേജസ് മനുഷ്യന് ലഭിച്ചിരുന്നില്ല, ഈ വെളിപ്പാട് മനുഷ്യന് ലഭിച്ചിരുന്നില്ല. അപ്പോൾ അത് വെളിപ്പാട് ലഭിക്കാൻ കാരണമായത് എന്തുകൊണ്ടാണ്? ഒരിക്കലായിട്ട് നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ കർത്താവ് ഏറ്റെടുത്തു. ആ കർത്താവിൻ്റെ മരണത്തിലും കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലും നാം വിശ്വസിച്ച് കഴിയുമ്പോൾ നാം രക്ഷിക്കപ്പെടുന്നവരായി മാറുന്നു. നാം പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, മോശ 40 ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖത്തിൻ്റെ ത്വക്ക് വളരെയധികം ശോഭിച്ചു. അതായത് വളരെ തേജസ്സുള്ളതായിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. അപ്പോൾ ഈ തേജസ് മറ്റാളുകൾ കണ്ടപ്പോൾ അവർക്ക് വളരെ അതിശയം തോന്നി. അവർ മോശയുടെ മുഖത്തേക്ക് നോക്കാൻ ഭയപ്പെട്ടു
എന്ന് നാം കാണുന്നുണ്ട്. അപ്പോൾ മോശ എന്താണ് ചെയ്യുന്നത്? നീങ്ങിപ്പോകുന്ന ആ തേജസ് അത് എപ്പോൾ നീങ്ങിപ്പോകുന്നു എന്നറിയാതിരിക്കാനായിട്ട് തൻ്റെ മുഖം മറയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ തേജസ് എങ്ങനെയാണ് അവിടെ ലഭിച്ചത്? കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വസിച്ചത് കൊണ്ടാണ് തൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് ശോഭിച്ചത്. എന്നാൽ മോശയ്ക്ക് തന്നെ അറിയാമായിരുന്നു, വീണ്ടും ഭൂമിയിലേക്ക് വന്ന് ഭൂമിയിൽ മറ്റുള്ളവരുമായിട്ടൊക്കെ ഇടപെടുന്ന സമയത്ത് കർത്താവിൻ്റെ ആ തേജസ്സുള്ള സാന്നിധ്യത്തിൽ നിന്നും പുറത്തു വന്ന് ആ ജീവിക്കുമ്പോൾ വീണ്ടും തൻ്റെ ത്വക്ക് ആ നോർമലായി സാധാരണ അവസ്ഥയിലായിത്തീരുമെന്നുള്ളതും ഉള്ള ഒരു കാര്യമുണ്ടായിരുന്നു. അപ്പോൾ ആ നീങ്ങിപ്പോകുന്ന തേജസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ മുഖം താൻ മറച്ചു എന്ന് നാം മനസ്സിലാക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് അവിടെ ആ തേജസ് വന്നത്? തേജസ് വന്നത് കർത്താവിൻ്റെ സാന്നിധ്യത്തിലിരുന്നത് കൊണ്ടാണ്. കർത്താവിൻ്റെ സാന്നിധ്യമാണ് തൻ്റെ മുഖത്ത് ആ ശോഭയുണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ ഇന്ന് എന്താണ് ഈ സുവിശേഷം കൂടുതൽ തേജസ്സുള്ളതായി തീർന്നത്? കാരണം അത് മരണത്തിൻ്റെ ആ ഒരു നിയമമാണ് കൊണ്ടുവന്നത്. എന്താണ് മരണത്തിൻ്റെ നിയമമെന്ന് വെച്ചാൽ, നിയമങ്ങൾ തന്നിട്ടുണ്ട്, അത് പാലിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അപ്പോൾ അത് നിയമലംഘനം ഉണ്ടാകുമ്പോൾ അവിടെ മരണമുണ്ടാകുന്നു. മരണമെന്ന് വെച്ചാൽ വാസ്തവത്തിൽ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന അനുഭവത്തിനാണ് മരണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ മരണത്തിൻ്റെ ശുശ്രൂഷ തന്നെ തേജസ്സുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോഴോ ഇത് തേജസ്സിൻ്റെ സുവിശേഷമായി തീർന്നിരിക്കുകയാണ്. കാരണം കർത്താവ് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ കർത്താവ് ഏറ്റെടുത്തു എന്ന് വിശ്വസിച്ച് കഴിയുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മിൽ വന്നു വസിക്കുകയും നമ്മെ തേജസ്സുള്ളവരാക്കി തീർക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ തേജസ് ആ പഴയ നിയമത്തിൽ മോശയുടെ മുഖത്തുണ്ടായിരുന്ന തേജസ്സിനേക്കാൾ വലിയതാകുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്നാണ് റോമാലേഖനം 10:9 വാക്യം പറയുന്നത്. അപ്പം നാം എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? നാം പാപികളാണ്. നമ്മുടെ പാപം ശിക്ഷാർഹമായിട്ടുള്ളതാണ്. എന്നാൽ നമ്മുടെ പാപത്തിന് വേണ്ടിയിട്ടാണ് കർത്താവ് കാൽവറിയിൽ ശിക്ഷ അനുഭവിച്ചത്. അപ്പോൾ നമ്മുടെ ആ കാൽവറി യാഗത്തിൽ നാം വിശ്വസിച്ച് കഴിയുമ്പോൾ നാം ആ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും ഇളവുള്ളവരായിട്ട് തീരുന്നു. ഇനിയും നമ്മുടെ പാപങ്ങളെ കർത്താവ് ഓർക്കുകയില്ല. കാരണം കർത്താവ് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ഒരു കുറ്റത്തിന് അല്ലെങ്കിൽ അനേക കുറ്റങ്ങൾക്കാണെങ്കിൽ തന്നെ ഒരു ശിക്ഷയേ ഉള്ളൂ. കാരണം പലതവണയായിട്ടല്ല ശിക്ഷിക്കുന്നത്, ഒറ്റ ശിക്ഷയാണ് അതിനുള്ളത്. അപ്പം നാം അതിൽ വിശ്വസിക്കുകയാണ്. എന്തിലാണ്? എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, കഴിഞ്ഞ കാലത്തെ പാപങ്ങൾക്ക് വേണ്ടിയും എൻ്റെ എല്ലാ പാപങ്ങൾക്ക് വേണ്ടിയുമാണ് കർത്താവ് ശിക്ഷ അനുഭവിച്ചത്. കർത്താവ് എനിക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത് എന്ന് നാം എന്ത് ചെയ്യണം? കർത്താവ് അത് ചെയ്തു എന്ന് നാം വായ്കൊണ്ട് ഏറ്റുപറയണം. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം. അപ്പോൾ നാം രക്ഷിക്കപ്പെടും. അതായത് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത്. എൻ്റെ പാപത്തെ കർത്താവ് നീക്കിക്കളഞ്ഞു. എങ്ങനെ? എൻ്റെ ശിക്ഷയെ കർത്താവ് നീക്കിക്കളഞ്ഞു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയം കൊണ്ട് നാം വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുന്നവൻ നീതിമാൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. എങ്ങനെയാണ് നീതിമാനാകുന്നത്? വിശ്വാസത്താലാണ് നാം നീതീകരിക്കപ്പെടുന്നത്. കർത്താവിൻ്റെ നീതി നമുക്ക് നൽകപ്പെടുകയാണ്. കാരണം ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഇല്ലാത്തതായി കണക്കിടപ്പെടുന്നു. അതായത് ഹൃദയം കൊണ്ട് നീതിക്കായിട്ട് നാം വിശ്വസിക്കുന്നു, അത് നാം വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. കർത്താവ് പറയുന്നത് ഹൃദയം കൊണ്ട്, അതായത് ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നുമാണ് വായ സംസാരിക്കുന്നത്. കാരണം നാം വിശ്വസിക്കുന്നു,
ഉള്ളിൽ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം നാം ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. നാം ആ വിശ്വാസം ഏറ്റുപറയുമ്പോൾ നാം രക്ഷിക്കപ്പെടുകയാണ്. രക്ഷയ്ക്കായിട്ടാണ് നാം അത് ഏറ്റുപറയുന്നത്. അപ്പോൾ ഇതാണ് വാസ്തവത്തിൽ കൃപയുടെ സുവിശേഷം എന്ന് പറയുന്നത്. ഈ കൃപയുടെ സുവിശേഷമാണ് തേജസ്സിൻ്റെ സുവിശേഷം, അല്ലെങ്കിൽ മഹത്വമുള്ള സുവിശേഷം. അതായത് ഇതിന് ന്യായപ്രമാണ യുഗത്തിലെ നീതീകരണവുമായിട്ട് ഒരു വിധത്തിലും ഒരു സാമ്യമെന്ന് വെച്ചാൽ ആ പ്രവൃത്തി കൊണ്ടാണ് അന്ന് മനുഷ്യൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇപ്പോൾ കർത്താവ് നമ്മുടെ പാപം ഏറ്റെടുത്തുകൊണ്ട് നാം നീതിമാന്മാരായി തീർന്നു എന്നുള്ളതാണ്. കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് ചൊരിഞ്ഞു എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് നാം വിശ്വസിക്കുന്നത്. ഈ പരിജ്ഞാനം ആർക്കാണ് ലഭിച്ചത്? പൗലോസ് അപ്പോസ്തലനാണ് ഈ പരിജ്ഞാനം ലഭിച്ചത്. അതുകൊണ്ട് ഈ പരിജ്ഞാനം പൗലോസ് അപ്പോസ്തലനെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ആ ഭരമേൽപ്പിച്ചിരിക്കുമ്പോൾ? ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസരണമായിട്ടുള്ള പരിജ്ഞാനമാണ് തനിക്ക് ലഭിച്ചത്. കാരണം ഈ പരിജ്ഞാനമെന്ന് വെച്ചാൽ അന്ന് വരെ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത ഒരു അറിവാണ്, കർത്താവിൻ്റെ ജ്ഞാനമാണ് പൗലോസ് അപ്പോസ്തലന് ലഭിച്ചത്. അതുകൊണ്ടാണ് വീണ്ടും പലപ്പോഴും കൃപയുടെ സുവിശേഷം, ഈ കൃപയുടെ സുവിശേഷം അല്ലെങ്കിൽ മഹത്വമുള്ള സുവിശേഷം, തേജസ്സുള്ള സുവിശേഷം എന്നൊക്കെ വീണ്ടും വീണ്ടും പൗലോസ് അപ്പോസ്തലൻ ആവർത്തിച്ച് പറയുന്നത്. എന്നാൽ കൃപയിലേക്ക് വന്നിരിക്കുന്ന നമ്മൾ വിശ്വാസത്താലേ നാം രക്ഷിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. എന്നാൽ എഫേസ്യ ലേഖനത്തിൽ എന്താണ് പറയുന്നത്? ഈ വിശ്വാസവും നമുക്ക് എങ്ങനെയാണ് ലഭിച്ചത്? കൃപയാലാണ് ലഭിച്ചത്. ഇത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. കൃപയാലെയാണ് കർത്താവ് നമ്മളെ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്. തൻ്റെ കൃപയാലാണ്. തൻ്റെ പാപം പെരുകിയിടത്ത് കൃപയും അത്യന്തം പെരുകിയെന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ അവനോട് കൂടെ പറയുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണോ? എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഏറ്റവും വലിയ പാപിക്കാണ് ഏറ്റവും കൂടുതൽ കൃപ ലഭിച്ചത്. കാരണം അത്രയും കൃപ ലഭിച്ചാൽ മാത്രമേ അവൻ രക്ഷിക്കപ്പെടത്തുള്ളൂ. അതുകൊണ്ടാണ്. അതായത് കൂടുതൽ പാപം ക്ഷമിച്ചു കിട്ടുന്നവർ കൂടുതൽ സ്നേഹം കൊടുക്കും. വലിയ തെറ്റുകൾ ചെയ്ത് അതിൽ നിന്നും മോചനം ലഭിച്ചവർ അത്രയും നന്ദിയുള്ളവരായിട്ട് കർത്താവിനെ സ്നേഹിക്കും. അതുകൊണ്ട് നമ്മൾ പാപം ചെയ്ത് അതിനകത്തങ്ങ് ജീവിക്കണമെന്ന്, അത് കഴിഞ്ഞിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ടോളാം എന്നുള്ള ചിന്തയാണോ? അല്ല. നാം കഴിഞ്ഞ കാലങ്ങളിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും നാം മരിച്ചവരായിരുന്നു. ആ അവസ്ഥയിൽ നിന്നും കർത്താവാണ് നമ്മെ വിടുവിച്ചത്. അപ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്കറിയാൻ സാധിക്കും, ദൈവമേ, എന്തെല്ലാം കാര്യങ്ങളാണ് നിൻ്റെ ഹിതമല്ലാത്തത് ഞാൻ ചെയ്തത്. അന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു കർത്താവേ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അതിനെക്കുറിച്ചൊരു ബോധം വന്നത് തന്നെ ഈ സുവിശേഷം കേട്ടപ്പോഴാണ്, കർത്താവിനെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ്. ഇത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായത്. അതിൽ നിന്നും എനിക്ക് കർത്താവ് ഇത്ര വലിയ വിമോചനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം തന്നല്ലോ എന്നുള്ള ഒരു നന്ദി നമ്മുടെ ഹൃദയത്തിൽ ഉയരുന്നത്. ഭക്തിയില്ലാത്ത അനേക കാര്യങ്ങളുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. പല പ്രപഞ്ച മോഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴോ നാം രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ. കാരണം നമുക്ക് ഈ ലോകത്തിലേതൊന്നും വേണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. നാം ശരിയായിട്ടത് മനസ്സിലാക്കണം. ഈ ലോകത്തിലുള്ള സൗകര്യങ്ങളും സുഖങ്ങളും ഒക്കെ നമുക്ക് കർത്താവ് തരുന്നുണ്ട്. എന്നാൽ ഇത് ആത്മാവിൻ്റെ വിഷയമാണ്. കാരണം കുറേ വർഷങ്ങൾ നാം ഈ ഭൂമിയിൽ സന്തോഷത്തോടെ സുഖിച്ച് ജീവിച്ചു. ഇനി അത് കഴിഞ്ഞിട്ടിനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതിനെക്കുറിച്ചാണല്ലോ നാം ചിന്തിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത് തന്നെ, എൻ്റെ ലോകം അല്ലെങ്കിൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് വെച്ചാൽ ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. ഈ ലോകത്തിൽ സുഖസൗകര്യത്തോടെ ജീവിപ്പാനായിട്ട് നമുക്ക് കർത്താവ് എല്ലാ സൗകര്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജോലിക്കാർ, വിദ്യാഭ്യാസം, ജോലി,
സുഖ സൗകര്യങ്ങൾ, കുടുംബം, ഇതെല്ലാം നമുക്കുണ്ട്. അപ്പോൾ തന്നെയും ഈ ലോകത്തിലെ ജീവിതം കുറച്ചു നാളത്തേക്ക് മാത്രം നിത്യതയുമായി കണക്കാക്കുമ്പോൾ കുറേ വർഷങ്ങൾ, അല്ലെങ്കിൽ 75 80 അല്ലെങ്കിൽ 100 അത്രയൊക്കെ നമ്മൾ ജീവിച്ചിരിക്കും. എന്നാൽ മനുഷ്യൻ അടിസ്ഥാനപരമായി മനുഷ്യൻ ആരാണ്? ആത്മാവാണ് മനുഷ്യന്. കാരണം കർത്താവ് സൃഷ്ടിച്ച ഈ മനുഷ്യൻ്റെ ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ലെന്ന് വച്ചാൽ ഇല്ലാതെയായി പോകുന്നില്ല. ആത്മാവ് എന്നും ജീവിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഭൂമിയിലെ നമുക്ക് ആവശ്യമായി, ഇവിടെ സൗകര്യങ്ങളൊക്കെ ആവശ്യമാണ്. എന്നാൽ ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് നമുക്ക് വീണ്ടും നമ്മുടെ ആത്മാവ്, ഈ ശരീരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവെന്ന് വെച്ചാൽ നമ്മുടെ ബോധമനസ്സും ദൈവം നമ്മിൽ ഊതിയ ദൈവം തന്ന ആത്മാവ്, മനുഷ്യാത്മാവ്. അപ്പം മനുഷ്യാത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാകുമ്പോൾ നമുക്ക് നിത്യജീവൻ, അതായത് നമ്മുടെ ഇറ്റേണിറ്റി അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവിനോട് കൂടെ, അതായത് സുഖേന എന്ന് വെച്ചാൽ ആത്മാവിൻ്റെ വിശുദ്ധി പ്രാപിക്കുന്നവരാണ് കർത്താവിനോടുകൂടെ നിത്യതയിൽ സന്തോഷം അനുഭവിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ബൈബിളിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ, സ്വർഗവും നരകവും എന്നൊക്കെ. ഇന്നത്തെ കാലത്ത് വേണേൽ ആളുകൾ പറയുമായിരിക്കുമോ സ്വർഗവും ഇല്ല നരകവും ഇല്ല എന്നൊക്കെയുള്ളത്. അതെനിവേ തർക്കിക്കാനൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മൾ ബൈബിൾ അനുസരിച്ചാണ് വിശ്വസിക്കുന്നത്. ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മുടെ ആത്മാവ് നിത്യജീവനുള്ളതാണ്. അപ്പം നമ്മുടെ നിത്യത എവിടെയായിരിക്കും, അതായത് ആത്മാവ് എവിടെയായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ ക്രിസ്തുവിനോട് കൂടെ സ്വർഗങ്ങളിൽ അല്ലെങ്കിൽ സ്വർഗോന്നതങ്ങളിൽ. അപ്പോൾ ഇപ്പോൾ നാം വിശ്വാസികൾ സ്വർഗോന്നതങ്ങളിൽ ഇരിക്കുന്നുവെന്നാണ്, അതായത് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ദൈവികമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കുകയും ഈ ലോകത്തോട് അനുരൂപരാകാതെ ദൈവത്തിന് പ്രിയപ്പെട്ട രീതിയിൽ നാം ജീവിക്കുകയും വേണമെന്നുള്ള കാര്യമാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ അതിലാണല്ലോ നാം വിശ്വസിക്കുന്നത്, അതുതന്നെയാണല്ലോ സത്യമായിട്ടുള്ളത്. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? ക്രിസ്തുവിൻ്റെ ക്രൂശിൽ വിശ്വസിച്ച് നാം രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച്, ദൈവാത്മാവിൻ്റെ പ്രോംപ്റ്റിങ്സ് അനുസരിച്ച് നാം ജീവിക്കണം. അതുകൊണ്ടാണ് തീത്തോസിന് എഴുതിയ ലേഖനം 2:13 പറയുന്നത്, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഏത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു? ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ, ദൈവാത്മാവ്. കാരണം ശിക്ഷ എപ്പോഴാണ് വരുന്നത്? നാം ഇതിൽ നിന്ന് വേർപെട്ട് പോകുമ്പോൾ കർത്താവ് നമ്മെ ബാലശിക്ഷ നടത്തി, അതായത് ഒരു കുഞ്ഞിനെ തൻ്റെ മാതാപിതാക്കൾ ശിക്ഷിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നാം ബാലശിക്ഷ അനുഭവിക്കേണ്ടി വരും. ബാലശിക്ഷ എപ്പോഴാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? കുഞ്ഞങ്ങ് ഇല്ലാതെയായി പോകണമെന്നും പറഞ്ഞാണോ മാതാപിതാക്കൾ ശിക്ഷിക്കുന്നത്? അല്ല. കുഞ്ഞ് ആ തെറ്റിൽ നിന്നും അവൻ പുറത്തു വരണം, അവൻ നല്ല ജീവിതം നയിക്കണം, നന്മയിൽ അവൻ ജീവിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഭൂമിയിൽ മാതാപിതാക്കൾക്ക് ഒരു കുഞ്ഞിനെ ശിക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പിതാവായ ദൈവം നമ്മെ തൻ്റെ കൃപയിൽ എപ്പോഴും ആയിരിക്കാൻ തക്കവണ്ണം അല്പാൽപമായി ശിക്ഷ അനുഭവിക്കുമ്പോൾ അതിനെതിരെ പുറകരുതെന്ന് ഇബ്രായലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിച്ച് എന്താണ് നമ്മളപ്പോൾ ചെയ്യേണ്ടത്? പ്രപഞ്ചമോഹങ്ങളെ വർജിക്കണം. എന്താണ് ഈ പ്രപഞ്ചമോഹങ്ങളെ വർജിക്കണം എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഉപേക്ഷിച്ച് ജീവിക്കണമെന്നാണ്? അങ്ങനല്ല അതിൻ്റെ അർത്ഥം. അതിനകത്ത് കൂടുതൽ, അതായത് നമ്മുടെ സമയം
നമ്മുടെ നന്മകൾ നാം ചിലവഴിക്കേണ്ടത് ഭൗതികമായ ലാഭങ്ങൾക്കോ ആഡംബരങ്ങൾക്കോ വേണ്ടിയല്ല, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നാം എങ്ങനെ ജീവിക്കാനൊക്കും എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വേണം നാം ജീവിക്കാൻ. ഇതാണ് തേജസ്സിൻ്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ തേജസ്സിൽ നിന്നും തേജസ്സിലേക്ക്, ഫ്രം ഗ്ലോറി ടു ഗ്ലോറി, അല്ലെങ്കിൽ കൃപയിൽ നിന്നും കൃപയിലേക്ക് നാം വളരുകയാണ് നാം ചെയ്യുന്നത്. എന്നാൽ എന്താണ് 2 കൊരിന്ത്യർ 4:4 പറയുന്നത്? ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. എന്താ ഇതിൻ്റെ അർത്ഥം? അതായത് ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം, ക്രിസ്തുവാണ് ഈ തേജസ്സുള്ള സുവിശേഷം നമുക്ക് തന്നത്. എന്താണ്? കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി എൻ്റെ ജീവനെ മറുവിലയായി തരുവാനുമായിട്ടാണ് കർത്താവ്. കാരണം കർത്താവ് വന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മളെ ഈ കഷ്ടതയിൽ നിന്നും ന്യായപ്രമാണത്തിൻ്റെ ആ ശിക്ഷയിൽ നിന്നും വിടുവിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ന്യായപ്രമാണം ഇല്ലാതെയായി എന്നാണോ അതിൻ്റെ അർത്ഥം? കർത്താവ് പറയുന്നു, നിയമങ്ങൾ അവിടെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ശിക്ഷയാണ് ഞാൻ ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ ന്യായപ്രമാണത്തെ പൂർത്തീകരിക്കാനാണ് വന്നത്. അപ്പോൾ കാൽവറിയിൽ കിടന്നുകൊണ്ട് എന്താ കർത്താവ് പറഞ്ഞത്? എല്ലാം നിവൃത്തിയായി. കാരണം എന്തെല്ലാം ശിക്ഷയാണോ മനുഷ്യന് കിട്ടേണ്ടത് അതെല്ലാം ഞാൻ എൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. എൻ്റെ ശരീരം യാഗമായിട്ട് ഞാൻ തന്നു പിതാവിൻ്റെ മുൻപാകെ. അപ്പം പിതാവിൻ്റെ മുൻപാകെ നിൽക്കുന്ന പുത്രൻ തമ്പുരാൻ നമുക്ക് വേണ്ടി ഇപ്പോൾ പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നാം ഭൂമിയിൽ ഈ ജീവിക്കുന്ന സമയത്ത് വന്നു പോകുന്ന തെറ്റുകൾ നാം കർത്താവിൻ്റെ മുൻപാകെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് ഇടയ്ക്ക് നിന്നുകൊണ്ട്, അതായത് പിതാവിൻ്റെയും നമ്മുടെയും ഇടയ്ക്ക് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി പിതാവിനോട് പറയുകയാണ്, അവൻ്റെ ശിക്ഷ ഞാൻ ഏറ്റെടുത്തു, അതുകൊണ്ട് അവനെ ഇനിയും ശിക്ഷിക്കരുത് എന്നുള്ളത്. ഇതാണ് മഹത്വമേറിയ ആ തേജസ്സേറിയ സുവിശേഷം എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ എന്ത് തേജസ്സാണ് നമുക്ക് വേണ്ടിയത്? നാം സ്വർഗത്തിലെ പൗരന്മാരായി തീർന്നിരിക്കുകയാണ് വിശ്വാസത്താൽ. അപ്പോൾ ഇവിടെ എന്താണ്? ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? ഈ ലോകത്തിൻ്റെ ദൈവം, അതായത് ഈ ലോകത്തിൻ്റെ ദൈവമെന്ന് പറയുമ്പോൾ പിശാച് ആണല്ലോ ഈ ലോകത്തിൻ്റെ ദൈവമെന്ന് പറയുന്നത്. അവൻ എന്താ ചെയ്യുന്നത്? വിശ്വസിക്കാത്തവരുടെ മനസ്സ് കുരുടാക്കിയിരിക്കുക. ഈ അവിശ്വാസം എങ്ങനെ? അവനാണ് അവിശ്വാസം ഉണ്ടാക്കുന്നത്. അതിങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ സാധ്യമാണോ? അതൊന്നും സാധ്യമല്ല. ഇങ്ങനെ ഒരാൾ മരിച്ചോ? ഇനി യേശുവാണോ ദൈവപുത്രന്? എന്തിനാ ദൈവം അങ്ങനെ? അപ്പം ക്രൂശിൽ കിടന്നത് ഒരു ബലഹീനതയല്ലേ? അത് ഒരു കഴിവുമില്ലാത്തതുകൊണ്ടല്ലേ അവിടെ ക്രൂശിൽ മരിക്കേണ്ടി വന്നത് എന്നൊക്കെയുള്ള ആർഗ്യുമെൻ്റ്. ഇനി യേശു പറഞ്ഞിട്ടുണ്ടോ അവൻ ദൈവമാണ്, എന്നെ ആരാധിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഒരു വാക്യം എനിക്ക് കാണിച്ചു തരാമോ? അല്ലെങ്കിൽ എന്താണ് യേശു ചെയ്തത്? അല്ലെങ്കിൽ നല്ലൊരു വീട്ടിലെങ്കിലും ജനിക്കാമായിരുന്നല്ലോ, ആഹാരം പോലും ഇല്ലായിരുന്നല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് യേശുവിനെ ചെറുതാക്കുന്ന ഒരു പ്രവണതയാണ് ലോകത്തിൽ ഉള്ളത്. അതായത് ഇവിടെ പറയുന്നത് ഈ സുവിശേഷത്തിൻ്റെ പ്രകാശനം, അതായത് ഇതിൻ്റെ പരിജ്ഞാനം നമുക്ക് ലഭിക്കാതിരിക്കാനായിട്ട്, നമുക്കെന്ന് വെച്ചാൽ ലോകത്തിൽ ജീവിക്കുന്നവർക്ക് ലഭിക്കാതിരിക്കാൻ തക്കവണ്ണം ഈ ലോകത്തിൻ്റെ ദൈവം ഇവരുടെ മനസ്സ് കുരുടാക്കിയിരിക്കുകയാണ്. അപ്പോൾ കുരുടുള്ള മനസ്സെന്ന് പറയുന്നത് വിശ്വാസമില്ലാത്ത മനസ്സിനെയാണ് കുരുടുള്ള മനസ്സ്, അല്ലെങ്കിൽ കാഴ്ചയില്ലാത്ത മനസ്സ്, കേൾക്കാത്ത മനസ്സ്. അതായത് ചെവി അടച്ചു വെച്ചിരിക്കുകയാണ്. ചെവി അടച്ച പൊട്ടയണലിയെ പോലെ, ഒന്നും കാണാത്ത ആ കുരുടരെ പോലെ ജീവിക്കുവാൻ ആരാണ്? ഈ ലോകത്തിൻ്റെ പ്രഭു, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ദൈവം മനുഷ്യരുടെ മനസ്സ് കുരുടാക്കിയിരിക്കുകയാണ്. അപ്പോൾ നാം
എന്താണ് നാം തേജസ് ലഭിച്ചവർ, നാം മഹത്വത്തിൻ്റെ സുവിശേഷം ലഭിച്ചവർ, ഈ ലോകത്തിൽ നാം പ്രകാശിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യണം. അതിനുവേണ്ടി നാം അനുവദിച്ചു കൊടുക്കണം. നമ്മുടെ ജീവിതം കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ ഇവർ ദൈവമക്കളാണെന്ന് മറ്റുള്ളവർ മനസ്സിലാകത്തക്കവണ്ണം നമ്മുടെ പ്രവൃത്തികൾ, അല്ലെങ്കിൽ നാം അങ്ങനെ ആയിരിക്കണം ഈ ലോകത്തിൽ എന്നുള്ളതാണ് ഈ സുവിശേഷം, ഈ തേജസ്സിൻ്റെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് കർത്താവ് തന്നെ പറഞ്ഞത്? നിങ്ങൾ ഭൂമിയുടെ വിളക്കാകുന്നു, നിങ്ങൾ ഭൂമിയുടെ പ്രകാശമായിരിക്കുന്നു. അപ്പോൾ അതിന് മുൻപേ കർത്താവ് പറഞ്ഞ എന്താണ്? ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അപ്പോൾ കർത്താവിൻ്റെ വെളിച്ചത്തിൽ വസിക്കുന്നവർ കർത്താവിൻ്റെ വെളിച്ചം പ്രതിഫലിപ്പിക്കുന്നവരായിത്തീരും. അപ്പോൾ നമ്മുടെ ജീവിതവും കർത്താവിൻ്റെ വെളിച്ചം പ്രതിഫലിപ്പിക്കുന്നവരായിരിക്കണം. അപ്പോൾ അതാണ് വാസ്തവത്തിൽ ഈ തേജസ്സുള്ള സുവിശേഷം നമ്മെ തേജസ്സിലേക്ക് നയിക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ.